കെ.സി. വേണുഗോപാലിന് വേണ്ടിയിട്ടും സമൂഹത്തിൽ ആളുകൾ ഇറങ്ങി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ചൂടുപിടിക്കെ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച എഴുത്തുകാരൻ ടി. പത്മനാഭൻ തന്നെയാണ് രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ കെ.സി. ആണെന്ന് ടി. പത്മനാഭൻ ഇന്ന് പറഞ്ഞു. പാവങ്ങളോട് കരുണയുള്ള വ്യക്തിയാണ് കെ.സി. വേണുഗോപാൽ. രാഹുൽ ഗാന്ധിയെ നയിക്കുന്ന വ്യക്തി കേരളത്തെയും നയിക്കണമെന്നും ടി. പത്മനാഭൻ കൂട്ടിച്ചേർത്തു. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. സത്യത്തിൽ ഇന്ത്യയുടെ നാളത്തെ ഭരണാധികാരി എൻ്റെ കണക്കുകൂട്ടലിൽ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയെ നയിക്കുന്ന ഒരു വ്യക്തിയാണ് പിറകിൽ നിന്ന്. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരുന്നതിന് ഒരു തടസ്സമായി, ഒരു ദോഷമായി ചില പാർട്ടികളും വ്യക്തികളും പറയുന്ന ഒരു കാരണം LDFിൻ്റെ തോൽവി ക്ഷണിച്ചു വരുത്തിയതാണെന്നും ടി. പത്മനാഭൻ വിമർശിച്ചു. നിഖിൽ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായിട്ട് ചേരുന്നു. നിഖിൽ, കെ.സി. വേണുഗോപാൽ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളോട്, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തും UDFിലും ഒക്കെയുള്ള നേതാക്കളോട് നല്ല വ്യക്തിപരമായുള്ള അടുപ്പമുള്ള ആളാണ് ടി. പത്മനാഭൻ. അദ്ദേഹത്തോട് എല്ലാവരും വളരെ ആദരവോടെയാണ് പെരുമാറാറുള്ളത്. പ്രത്യേകിച്ചും കെ.സി. വേണുഗോപാലും ആ നാട്ടിൽ തന്നെയുള്ള, കണ്ണൂരിൽ തന്നെയുള്ള ആളാണ്. അദ്ദേഹത്തിന് ചെറുപ്പകാലം തൊട്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് അടുപ്പം ഉണ്ടാകും. ഇതിപ്പോൾ അതിനിർണായകമായൊരു സന്ദർഭത്തിൽ കെ.സി. വേണുഗോപാലിന് വേണ്ട പിന്തുണ നൽകുകയാണ് ടി. പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ ഭരണശേഷി, രാഷ്ട്രീയമായിട്ട് നേതൃശേഷി സംസ്ഥാനത്തിനാകെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഗുണകരമാകും എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? തീർച്ചയായും സനീഷ്, കെ.സി. വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ടി. പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി പറയുന്നത്. സനീഷ് പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തെയും ഒപ്പം തന്നെ കോൺഗ്രസിലെയും ഒക്കെ നേതാക്കളുമായി തനിക്ക് വലിയ അടുപ്പമുണ്ട്, ആത്മാർത്ഥമായ ഒരു അടുപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതുമാത്രമല്ല, അതിനൊപ്പം അദ്ദേഹം പറയുന്ന കാര്യം, തനിക്ക് കെ.സി. വേണുഗോപാലുമായും രമേശ് ചെന്നിത്തലയുമായും വളരെ അടുത്ത ബന്ധമുണ്ട്. വി.ഡി. സതീശനുമായി അത്ര വ്യക്തിബന്ധമില്ല, പക്ഷേ മറ്റ് രണ്ടുപേരുമായും വലിയ ബന്ധമുണ്ട്. എങ്കിൽ പോലും താൻ പിന്തുണയ്ക്കുന്നത് കെ.സി. വേണുഗോപാലിനെയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ രണ്ട് ന്യായീകരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, പാവങ്ങളോട് കരുണയുള്ള ആളാണ് കെ.സി. വേണുഗോപാൽ എന്ന് തനിക്ക് അനുഭവമുണ്ട്, അതുകൊണ്ടാണ് താൻ അത്തരത്തിലൊരു അഭിപ്രായം പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ രാഹുൽ ഗാന്ധിയെ നിലവിൽ നയിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നയാളാണ് കെ.സി. വേണുഗോപാൽ. രാഹുൽ ഗാന്ധി അങ്ങനെ കഴിവില്ലാത്ത ഒരാളെ തൻ്റെ കൂടെ നിർത്തില്ല. അങ്ങനെ രാഹുൽ ഗാന്ധി കൂടെ നിർത്തിയ, തൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ കണ്ട് കൂടി നിർത്തിയ ആളാണ് കെ.സി. വേണുഗോപാൽ. ആ കെ.സി. വേണുഗോപാലിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനാവും എന്നുള്ളതാണ് ടി. പത്മനാഭൻ്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെയാണ് അദ്ദേഹം ഈ അഭിപ്രായം പറയുന്നത്. മറ്റൊന്ന്, ഈ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ MP സ്ഥാനത്തേക്ക് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുമല്ലോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി കുറച്ചധികം തുക ചിലവാക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയല്ലാതെ എത്ര തുക ദൂർത്തടിച്ച് പലരും കളയുന്നുണ്ട് എന്ന ഒരു ചോദ്യം കൂടി, അതായത് കെ.സി. വരുന്നതിനെ എതിർത്തുകൊണ്ട് പലരും പറയുന്ന ആ കാര്യത്തെ പ്രതിരോധിക്കാൻ അങ്ങനെ ഒരു കാര്യം കൂടി ടി. പത്മനാഭൻ പറയുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, LDFിൻ്റെ പരാജയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ്. LDFിൻ്റെ ഈ പരാജയം ക്ഷണിച്ചു വരുത്തിയതാണ് എന്നാണ് ടി. പത്മനാഭൻ പറയുന്നത്. അദ്ദേഹത്തോടൊരു ഘട്ടത്തിൽ നമ്മൾ ചോദിച്ചു, ഈ CPMൻ്റെ നേതാക്കളുടെ ധാർഷ്ട്യവും ജനങ്ങളിൽ നിന്ന് അകന്നതുമൊക്കെയാണ് പരാജയത്തിന് കാരണമെന്ന് അവരുടെ അണികൾ തന്നെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിനുള്ള മറുപടി, അക്ഷരം പ്രതി അത് ശരിയാണ് എന്ന ഒറ്റ ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മറ്റൊന്ന്, ഈ പൊതുവികാരം വി.ഡി. സതീശന് അനുകൂലമാണല്ലോ, കണ്ണൂരിൽ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ പ്രകടനങ്ങളും ഫ്ലക്സ് ബോർഡുകളും ഒക്കെ വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ, ഫ്ലക്സ് ബോർഡുകളും ഈ പറയുന്ന സിന്ദാബാദ് വിളികളുമൊക്കെ ആരും സ്വയം ചെയ്യുന്നതാണെന്ന് കരുതുന്നില്ല. ആരെങ്കിലും ശരി, നന്ദി നിഖിൽ. ഞാൻ ഇടപെടുന്നത് ഒരു മറ്റു വാർത്തകളിലേക്ക് കൂടെ വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്.